നമസ്കാരം. പശ്ചിമ ബംഗാളിലെ 294 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP ചരിത്രത്തിലാദ്യമായി ബംഗാളിൽ അധികാരമുറപ്പിക്കുമെന്ന് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നു. ഭൂരിപക്ഷത്തിന് വേണ്ട 148 സീറ്റുകൾ BJP സഖ്യം അനായാസം മറികടക്കുമെന്നാണ് പ്രമുഖ ഏജൻസികളുടെ കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം പ്രജാ പോൾ BJPക്ക് 178 മുതൽ 208 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. PMark 150 മുതൽ 175 സീറ്റുകൾ വരെയും മാട്രിക്സ് 146 മുതൽ 161 സീറ്റുകൾ വരെയും BJPക്ക് അനുകൂലമായ ഫലം പ്രവചിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് നില 100 മുതൽ 140 വരെയായി ചുരുങ്ങുമെന്നാണ് ഈ ഏജൻസികളെല്ലാം ഒരുപോലെ പറയുന്നത്. ഇത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വോട്ട് വിഹിതത്തിലും BJP വലിയ മുന്നേറ്റം നടത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോൾ ഡയറിയുടെ കണക്കനുസരിച്ച് BJP 45.87% വോട്ട് വിഹിതം നേടുമ്പോൾ തൃണമൂലിന് 40.32% വോട്ട് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതേസമയം ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന ഇടതുമുന്നണിയും കോൺഗ്രസും ഇത്തവണ ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലാണ്. ഇടതുപക്ഷത്തിന് പരമാവധി 3 സീറ്റുകൾ വരെ മാത്രമേ സർവേകൾ കൽപ്പിക്കുന്നുള്ളൂ. എന്നിരുന്നാലും എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമല്ല എന്നതും ശ്രദ്ധേയമാണ്. പീപ്പിൾസ് പൾസ് നടത്തിയ സർവേയിൽ മമതാ ബാനർജി തന്നെ അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. അവർ തൃണമൂലിന് 177 മുതൽ 187 വരെ സീറ്റുകൾ നൽകുമ്പോൾ BJPയെ 100-ൽ താഴെ സീറ്റുകളിൽ ഒതുക്കുന്നു. വോട്ടർമാരുടെ കൃത്യമായ മനസ്സറിയാൻ മെയ് 4-ന് ഔദ്യോഗിക ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഇടതുപക്ഷവും കോൺഗ്രസും ചിത്രത്തിലെങ്ങുമില്ലാത്ത അവസ്ഥയാണ്. ഇടതുമുന്നണി പരമാവധി 2 മുതൽ 3 സീറ്റുകൾ, കോൺഗ്രസ് 3 മുതൽ 5 സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം പൂർണ്ണമായും BJPയും തൃണമൂലും തമ്മിലാക്കി മാറ്റി. ആദ്യഘട്ടത്തിൽ 91 മുതൽ 93% വരെ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 17 കോടി വോട്ടർമാരുടെ വിധി എന്താണെന്നും അറിയാൻ മെയ് 4-ലെ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. പീപ്പിൾസ് പൾസ് ഒഴികെയുള്ള എല്ലാ സർവേകളും മമതാ ബാനർജിയുടെ പതനമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ബംഗാളിലെ വോട്ടർമാരുടെ മനസ്സ് മുൻപും പ്രവചനാതീതമായിരുന്നതിനാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ അതോ മമത വീണ്ടും അത്ഭുതം കാട്ടുമോ എന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ വ്യക്തമാകൂ. തിരഞ്ഞെടുപ്പ് സർവേകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അപൂർവമായ ഒരു നേട്ടമായിരിക്കും BJP കൈവരിക്കാൻ പോകുന്നത്. കേവലം ഒരു പതിറ്റാണ്ടിനിടെ വെറും 3 സീറ്റുകളും 10.3% വോട്ട് വിഹിതവും ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തനിച്ച് ഭൂരിപക്ഷം നേടുന്ന നിലയിലേക്ക് BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ആ വളർച്ച. ഇടതുപക്ഷത്തിന്റെ തകർച്ച മുതലെടുത്ത് ബംഗാളിൽ BJP ഒരു വലിയ ശക്തിയായി വളരുന്നത് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായി തിരിച്ചറിഞ്ഞത് സംസ്ഥാനത്തെ 42 ലോക്സഭാ സീറ്റുകളിൽ 18 BJP നേടിയപ്പോഴാണ്. അന്ന് 22 സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് മുന്നിലുണ്ടായിരുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ഫലമുണ്ടായേക്കാമെന്ന് തിരിച്ചറിഞ്ഞ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ബംഗാളി സ്വത്വത്തിൽ ഊന്നിയുള്ള ആസൂത്രിതമായ പ്രചാരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അന്ന് BJPയെ താറടിച്ച് കാണിക്കാനും അവർ ശ്രമിച്ചു. ഈ ശ്രമങ്ങൾ അന്ന് ഫലം കണ്ടു. 215 സീറ്റുകൾ നേടി തൃണമൂൽ അന്ന് അധികാരം നിലനിർത്തി. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ 29 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ വോട്ട് വിഹിതത്തിലെ വ്യത്യാസം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആശങ്കയായിരുന്നു. ഇതിനിടയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 90 ലക്ഷത്തിലധികം വോട്ടർമാരെ ഒഴിവാക്കിയ SIR മത്സരത്തെ കൂടുതൽ കടുപ്പമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2021-ൽ തങ്ങൾക്ക് താഴെത്തട്ടിൽ ശക്തമായി സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ ബൂത്തിലും സാന്നിധ്യം ഉറപ്പിക്കാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെന്നും BJP വക്താക്കൾ പ്രതികരിച്ചു.